Hi viewers, I am Mary Netto, Assistant Professor, Department of Management, DBC, Kottayam. Today we are discussing the subject Labour Law and Industrial Relation of S5 BBA under Kerala University. Today we are discussing the topic types of industrial conflicts, or we can say that types of industrial disputes. So here industrial disputes may be classified into two, that is strikes and lockouts. And the strike may be again classified into primary strikes and secondary strike. And the primary strikes are as follows, that is stay away strike, sit down or stay in or tool down strike, or go slow strike, or work to rule, then token or protest strike, then lightning or catcall strike, then picketing and boycott, then Karavo and sympathy strike. And also the secondary strikes or other strike is general strike, particular strike, and political strike and bend. So we can discuss in detail what are the different forms of these strikes. Let's see what is strikes. According to Peterson, strike is a temporary cessation of work by a group of employees in order to express grievances or to enforce a demand concerning changes in work conditions. So here the author says that strike is a temporary cessation of work. Cessation means end. In Malayalam we can say viramam. അപ്പോൾ ഒരു സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെസേഷൻ ഓഫ് വർക്ക് ബൈ എ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്, ഇല്ലേ, ഒരു കൂട്ടം ആൾക്കാർ ഓർഗനൈസേഷനിലെ വർക്ക് എന്താണ് ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അത് തീർക്കുക എന്നുള്ളതെന്ന് പറയാം. ഇൻ ഓർഡർ ടു എക്സ്പ്രസ് ഗ്രിവൻസസ്, എന്തിനാണ്? അവരുടെ പരാതികളെ എക്സ്പ്രസ് ചെയ്യാനാണ് അവർ ആ ജോലി ചെയ്യാതിരിക്കുന്നത്. ഓർ ടു എൻഫോഴ്സ് എ ഡിമാൻഡ് കൺസേണിങ് ചേഞ്ചസ് ഇൻ വർക്ക് കണ്ടീഷൻ, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? അവരിപ്പോൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷനിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനായിട്ട് അവർ ഡിമാൻഡ് ചെയ്യുന്നു. ആ ഡിമാൻഡ് കാണിക്കുന്ന ഏത് രീതിയിലാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്? താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്യാതെ മാറി നിന്നുകൊണ്ട് അവർ തന്നെ പരാതികൾ അവരെ എക്സ്പ്രസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പീറ്റേഴ്സൺ എന്ന് പറയുന്ന ഓഥർ പറയുന്നത് എന്താണ്? സ്ട്രൈക്ക് ഇസ് എ ടെമ്പററി സെസേഷൻ ഓഫ് വർക്ക് ബൈ എ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയി ഇൻ ഓർഡർ ടു എക്സ്പ്രസ് ഗ്രിവൻസസ് ഓർ ടു എൻഫോഴ്സ് എ ഡിമാൻഡ് കൺസേണിങ് ചേഞ്ചസ് ഇൻ വർക്ക് കണ്ടീഷൻ. അപ്പോൾ ഈ സ്ട്രൈക്ക് എന്ന് പറയുന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വാക്കാണല്ലേ. കാരണം ഇടയ്ക്ക് സ്ട്രൈക്ക് വന്നാൽ കോളേജിൽ വരണ്ട, അല്ലെങ്കിൽ സമരക്കാർ വന്നപ്പോൾ ക്ലാസ് ഇടയ്ക്ക് വിടുന്നു. അപ്പോൾ സ്ട്രൈക്ക് എന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടങ്ങളല്ലേ, കുറേ ബഹളം, ഒച്ചപ്പാടുന്ന. അപ്പോൾ അതുപോലെയാണ് ഇൻഡസ്ട്രി സെക്ടറിലും സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? പല രീതിയിൽ അവർ സ്ട്രൈക്കുകൾ കാണിക്കാറ്. നമ്മൾ ആദ്യത്തെ ചാർട്ടിൽ നമ്മൾ പറഞ്ഞു ഇല്ലേ, ചിലപ്പോൾ നമുക്ക് തന്നെ അറിയാം ഇല്ലേ, സമരം ബഹളം ഒച്ചത്തിൽ ബഹളം ഉണ്ടാക്കി സ്ട്രൈക്ക് വിളിക്കാറുണ്ട്. പിന്നെ പട്ടിണി കിടന്നുള്ള ഹങ്കർ സ്ട്രൈക്സ് ഉണ്ട്. ചിലപ്പം ഇല്ലേ എക്സിക്യൂട്ടീവ് പോസ്റ്റിലൊക്കെ ഇരിക്കുന്നവരാണ് അവർ പെൻ ഡൗൺ സ്ട്രൈക്ക് ഇല്ലേ, അതായത് അവർ പേനയാണല്ലോ അവരുടെ ജോലി, പേന കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പേന അവർ ഉപയോഗിക്കാതിരിക്കുക, അതിനാണ് പെൻ ഡൗൺ. അങ്ങനെ പല രീതിയിലുള്ള സ്ട്രൈക്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഡെഫിനിഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് Section 2Q of the Industrial Dispute Act 1947. അപ്പോൾ ഈ സെക്ഷൻ 2 സബ്സെക്ഷൻ Q എന്നുള്ളത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 47 ലെജിസ്ലേഷനാണ്. അപ്പം നമ്മൾ ഈ ഡെഫിനിഷൻ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഈ സെക്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഈ സെക്ഷൻ ഇങ്ങനെ തന്നെ നമ്മൾ എഴുതിയിരിക്കണം. So section 2 subsection Q of the Industrial Dispute Act 1947, strike is a cessation of work by a body of person employed in any industry. അപ്പോൾ അവിടെയും പറയുന്നത് എന്താണ്? ഒരു ഇൻഡസ്ട്രിയിൽ ജോലിയിലിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ആ ജോലി വിട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ആക്ടിങ് ഇൻ കോമ്പിനേഷൻ ഓർ കൺസേർട്ടഡ് റെഫ്യൂസൽ ആൻഡ് എ കോമൺ അണ്ടർസ്റ്റാൻഡിങ്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്ന? കൂട്ടത്തോടെ നിന്ന് ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു കൂട്ടത്തോടെ നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി അവർ പിന്തിരിയുന്നു. ഓർ സസ്പെൻഷൻ ഓഫ് വർക്ക് ഓർ number of person who are or have been so employed to continue to work or to accept an employment. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഒന്നിൽ എന്താണ്, ഒരു കൂട്ടം ആൾക്കാരാവാം, അല്ലെങ്കിൽ അവർ ഒരു എംപ്ലോയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് വന്ന ആൾക്കാർ, ഞങ്ങൾ ഈ ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് വന്ന ആൾക്കാരാണ്. പക്ഷേ ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി അവരെന്താണ്, അങ്ങോട്ട് ജോലി കണ്ടിന്യൂ ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷൻ. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. എന്താണ്? ഒരു കൂട്ടം ആൾക്കാർ തൻ്റെ ഓർഗനൈസേഷനിലെ ചില നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ജോലി ഉപേക്ഷിച്ച് അവരുടെ ആ കണ്ടീഷൻ, ഡിമാൻഡ് അംഗീകരിക്കാൻ വേണ്ടി മാറി നിൽക്കുന്ന ഒരു പ്രൊസീജിയറിനെ നമ്മൾ എന്തെന്ന് പറയും? സ്ട്രൈക്ക് എന്ന് പറയാം.
അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? സ്ട്രൈക്ക് ഇസ് എ സെസേഷൻ ഓഫ് വർക്ക് ബൈ എ ബോഡി ഓഫ് പേഴ്സൺ എംപ്ലോയ്ഡ് ഇൻ എനി ഇൻഡസ്ട്രി acting in combination or a concerted refusal under a common understanding, or if a number of persons who have been so employed to continue to work or to accept employment. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു പ്രൊഹിബിറ്റിംഗ് ആൻഡ് ഇൻഡിവിജ്വൽ എംപ്ലോയി അല്ലെങ്കിൽ ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓർ റിട്രച്ച്മെൻറ്റ് അല്ലെങ്കിൽ ടെർമിനേഷൻ ഓഫ് സർവീസ് ഓർ മോർ ദാൻ വൺ ആർ നോട്ട് ലോക്കൗട്ട്സ്. അപ്പം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സ്ട്രൈക്കും ലോക്കൗട്ടും തമ്മിൽ ചില ഡിഫറൻസുകളുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഒരു സ്ട്രൈക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, ഡിസ്പ്യൂട്ടിനെ ഡിവൈഡ് ചെയ്യുന്നത് സ്ട്രൈക്കെന്നും ലോക്കൗട്ടും എന്ന് പറഞ്ഞു. അപ്പം സ്ട്രൈക്ക് എന്ന് പറയുന്നത് എന്താണെന്നും ലോക്കൗട്ടും രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ഇല്ലേ, ഒരു കൂട്ടം ആൾക്കാർ ഓർഗനൈസേഷനിൽ നിന്ന് ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രൈക്ക് എന്ന് പറയുന്നത്. പക്ഷേ ലോക്കൗട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഇതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് നോക്കാം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ടെമ്പററി സെസേഷൻ ഓഫ് വർക്ക് ബൈ എ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയി ഇൻ ഓർഡർ ടു എക്സ്പ്രസ് ഗ്രിവൻസസ്. ഇല്ല, എക്സ്പ്രസ് ഗ്രിവൻസ് എന്ന് പറഞ്ഞാൽ അറിയില്ല, അവരുടെ പരാതികൾ എക്സ്പ്രസ് ചെയ്യുന്നു. ഓർ ടു എൻഫോഴ്സ് എ ഡിമാൻഡ് കൺസേണിങ് ചേഞ്ചസ് ഇൻ വർക്ക് കണ്ടീഷൻ. So the another type of strike is lockout. So we can see what is lockout. According to Section 2, Subsection 1 of the Industrial Dispute Act 1947, lockout means the closing of a place of business of employment or the suspension of work or the refusal by an employer to continue to employ any number of persons employed by him. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണ്? ഒരു ലോക്കൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 പ്രകാരം ഏത് സെക്ഷനാണ്? സെക്ഷൻ ക്ലിയർ ആയിരിക്കണം. സെക്ഷൻ 2 സബ്സെക്ഷൻ 1 അതിൽ പറയുന്നത് ലോക്കൗട്ട് എന്ന് പറഞ്ഞാൽ ദ ക്ലോസിങ് ഓഫ് എ പ്ലേസ് ഓഫ് എ ബിസിനസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലേ, അതായത് തൻ്റെ ജോലി ചെയ്യുന്ന സ്ഥാപനം ക്ലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ പൂട്ടുന്ന ഒരു ഏത് സ്ഥാപനമാണോ അത് പൂട്ടുന്ന ഒരു സിറ്റുവേഷൻ. ഓർ ദ സസ്പെൻഷൻ ഓഫ് വർക്ക്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനെ സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ താൽക്കാലികമായി അത് നിർത്തിവെക്കുന്നു. Or the refusal by an employer to continue to employ any number of person employed by him. അല്ലെങ്കിൽ എംപ്ലോയർ തന്നെ എന്താണ്? റെഫ്യൂസൽ, കുറച്ച് എംപ്ലോയീസിൻ്റെ അടുത്ത് പറയാണ് ഇനി മുതൽ നിങ്ങൾ ജോലി ചെയ്യേണ്ട, അല്ലെങ്കിൽ ചില കാരണങ്ങൾ കൊണ്ട് ഇനി ജോലിയിൽ തുടരണ്ട. അപ്പം അങ്ങനെ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലോക്കൗട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ട്രൈക്ക് എന്താണെന്ന് പറഞ്ഞു, അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് നമ്മൾ ലോക്കൗട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ലോക്കൗട്ട് മീൻസ് ദ ക്ലോസിങ് ഓഫ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓർ ദ സസ്പെൻഷൻ ഓഫ് വർക്ക് ഓർ ദ റെഫ്യൂസൽ ബൈ ആൻ എംപ്ലോയർ ടു കണ്ടിന്യൂ ടു എംപ്ലോയി എനി നമ്പർ ഓഫ് പേഴ്സൺ എംപ്ലോയിഡ് ബൈ ഹിം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം അല്ലേ, അല്ലെങ്കിൽ ഒരു ലോക്കൗട്ട് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ ലോക്കൗട്ട് ആവും എന്ന് നമുക്ക് തന്നെ. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ പറയുന്നതാണ് പ്രൊഹിബിറ്റിംഗ് ആൻഡ് ഇൻഡിവിജ്വൽ എംപ്ലോയി, ഒരു വ്യക്തിയെ നമ്മൾ മാറ്റി നിർത്തുന്നു. അല്ലെങ്കിൽ ടെർമിനേഷൻ, എന്തെങ്കിലും റീസൺസ് കൊണ്ട് ഒരു വ്യക്തി ഓർഗനൈസേഷൻ നമ്മൾ പിരിച്ചുവിടുക, ടെർമിനേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ റിട്രിച്ച്മെൻറ്റ്, താൽക്കാലികമായി മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ ടെർമിനേഷൻ ഓഫ് സർവീസസ് ഓഫ് മോർ ദാൻ വൺ പേഴ്സൺ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരു സമയത്ത് നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്ന് പിരിച്ചുവിടും. ഇതിനെയൊന്നും നമ്മൾ ഒരിക്കലും ലോക്കൗട്ട്സ് എന്ന് പറയാം. ലോക്കൗട്ട് എന്ന് പറയുമ്പോൾ ചില റീസൺസ്, ചിലപ്പം റോ മെറ്റീരിയൽസിന് ഷോർട്ടേജ് ആവാം, അല്ലെങ്കിൽ നമുക്ക് അല്ലേ ചിലപ്പോൾ എക്സ്ട്രാ സീസണൽ ഫ്ലക്ച്വേഷൻസിൽ വന്ന ചില ഡിമാൻഡ്സ്, അല്ലെങ്കിൽ അതിനകത്ത് വന്ന ചില വേരിയേഷൻസ് നമ്മൾ ചില സ്റ്റാഫിനെ നമ്മൾ താൽക്കാലികമായിട്ട് മാറ്റി നിർത്തുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില റീസൺസിലൂടെയാണ് നമ്മൾ ലോക്കൗട്ടിൽ ഒരു ക്ലോസിങ് ഓഫ് പ്ലേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു എംപ്ലോയീസിനെ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുക എന്ന് പറയുമ്പം അതൊന്നും ഒരിക്കലും ലോക്കൗട്ടിനകത്ത് ഉണ്ടാകില്ല. അപ്പം ഐ തിങ്ക് യു ആർ ക്ലിയർ വിത്ത് ദി ടു ടേം, ദാറ്റ് ഇസ് സ്ട്രൈക്ക് ആൻഡ് ലോക്കൗട്ട്. Now we are discussing the primary strike and secondary strike. So the primary strikes may be divided as follows. First is stray away strike. നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ളൊരു വാക്കാണ് stray away strike. So in this strike, workmen stay away from the workplace. They organize rallies, demonstrations, etc. ഇല്ല, അപ്പോൾ ഈ ഒരു സ്ട്രൈക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, നമുക്ക് തന്നെ അറിയാം ഇല്ലേ, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാറി അവരെന്ത് ചെയ്യുന്നു, ചില ജാഥകൾ, റാലീസോ ഡെമോൺസ്ട്രേഷൻസോ ഒക്കെ റോഡിലൂടെയൊക്കെ നമ്മൾ കാണാറുണ്ട് ഇല്ലേ. ജോലിക്ക് പോകാതെ അവർ ആ ഒരു പ്രതിഷേധ റാലിയൊക്കെ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം? സ്റ്റേ എവേ സ്ട്രൈക്ക് എന്ന് പറയാം.
രണ്ടാമത് പറയുന്നത് സ്റ്റേ ഇൻ സ്ട്രൈക്ക് അല്ലെങ്കിൽ സിറ്റ് ഡൗൺ സ്ട്രൈക്ക് ഇല്ലേ, നമ്മൾ മലയാളത്തിൽ പറയുന്ന കുത്തിയിരിപ്പ് സത്യാഗ്രഹം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ. അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ മുന്നിൽ പന്തലൊക്കെ കെട്ടി നമ്മൾ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റേ ഇൻ അല്ലെങ്കിൽ സിറ്റ് ഡൗൺ സ്ട്രൈക്ക്. അപ്പോൾ ഇൻ ദ സ്ട്രൈക്ക് വർക്ക്മാൻ കം ടു ദ പ്ലേസ്, ദേ സ്റ്റേ അറ്റ് ദ വർക്ക് പ്ലേസ് ബട്ട് ഡു നോട്ട് വർക്ക്. ഇല്ല, അപ്പോൾ അവർ ജോലി സ്ഥാപനത്തിൽ വരും, പക്ഷേ അവർ ജോലി ചെയ്യാതെ അവിടെ തന്നെ ഇരുന്ന് സമരം ചെയ്യുന്നു. അടുത്ത് നമ്മൾ പറയുന്നത് ടൂൾസ് ഡൗൺ അല്ലെങ്കിൽ പെൻ ഡൗൺ അല്ലെങ്കിൽ മൗത്ത് ഷട്ട് സ്ട്രൈക്ക്. അതായത് 3 ലെവൽസിലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടൂൾസ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേബേഴ്സൊക്കെ ആണെങ്കിൽ അവർ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ ടൂൾസ് ഉപയോഗിക്കാതിരിക്കും. പെൻ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ ഇരിക്കുന്നവരാണെങ്കിൽ അവരവരുടെ പേന ഉപയോഗിക്കാതിരിക്കുക. പിന്നെ മൗത്ത് ഷട്ട് സ്ട്രൈക്കിൽ ഇപ്പോൾ സൂപ്പർവൈസേഴ്സൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ മിണ്ടാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. So in the strike, the striker lay down their tool in case of factory worker, they lay down their pen in case of office worker and shut their mouth in case of teachers. അപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ടീച്ചേഴ്സ്, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സ് ഇല്ലേ, നമ്മൾ സമരം ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ക്ലാസ് എടുക്കാതിരിക്കുന്ന സിറ്റുവേഷൻ. ഇപ്പോൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ അവർ എന്ത് ചെയ്യും, പേന ഉപയോഗിക്കാതിരിക്കുക. ഫാക്ടറി വർക്കേഴ്സ് ആണെങ്കിൽ അവർ ടൂൾസ് ഉപയോഗിക്കാതിരിക്കുക. അതിനെയാണ് നമ്മൾ ആ 3 രീതിയിലുള്ള സ്ട്രൈക്സ് പറഞ്ഞത്. പിന്നെ പറഞ്ഞ ടോക്കൺ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് സ്ട്രൈക്ക്. ഇറ്റ് ഈസ് എ വെരി ഷോർട്ട് ഡ്യൂറേഷൻ ആൻഡ് ഇറ്റ് ഈസ് ദ നേച്ചർ ഓഫ് സിഗ്നൽ ഫോർ ദി ഡേഞ്ചർ. അതായത് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എതിർപ്പ് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ. സോ ഇൻ ദി സ്ട്രൈക്ക് വർക്കർ ഡു നോട്ട് വർക്ക് ഫോർ ആൻ അവർ. അപ്പം ഈ എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ഒരു അറ്റാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമില്ലേ, ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ അവരെന്ത് ചെയ്യും, ജോലി ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ. അതിനെയാണ് നമ്മൾ ടോക്കൺ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ ലൈറ്റ്നിങ് അല്ലെങ്കിൽ വൈൽഡ് കാറ്റ് സ്ട്രൈക്ക് എന്ന് പറയാറുണ്ട് ഇല്ലേ. വൈൽഡ് കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാട്ടുപൂച്ച. അല്ലെങ്കിൽ ലൈറ്റ്നിങ് സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാം, മിന്നൽ പണിമുടക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ, പെട്ടെന്നുള്ളൊരു സ്ട്രൈക്ക്. സോ ഇൻ ദ സ്ട്രൈക്ക് ദ സ്ട്രൈക്കർ സ്ട്രൈക്ക് ദ വർക്ക് വിത്തൗട്ട് എനി പ്രയോറിറ്റി നോട്ടീസ് വിത്ത് ദി ഷോർട്ടസ്റ്റ് നോട്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നോട്ടീസും അറിയിക്കാതെ പെട്ടെന്നൊരു ദിവസം ഇന്ന് സമരം. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ചില കേസുകളിലൊക്കെ നമ്മൾ പെട്ടെന്നായിരിക്കും ഇല്ലേ സമരക്കാർ കയറി വന്നിട്ട് ഇന്ന് ഇവിടെ പഠിപ്പില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പെട്ടെന്നുള്ള, അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഈ ലൈറ്റ്നിങ് സ്ട്രൈക്കിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുക. അങ്ങനെ പാടില്ല, ഇത്ര ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നത് ഗോ സ്ലോ സ്ട്രൈക്കാണ്. സോ ഇൻ ദ സ്ട്രൈക്ക് ദ വർക്കേഴ്സ് ഇൻറ്റൻഷനലി റെഡ്യൂസ് ദ സ്പീഡ് ഓഫ് വർക്ക്. അപ്പോൾ ഇവിടെ ഗോ സ്ലോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലേ, സ്ട്രൈക്ക് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ അവർ ജോലിക്ക് വന്നിട്ടുണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ചെയ്യേണ്ട ജോലി എന്താണ്, അവർ പയ്യന് സ്ലോ, ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ജോലി അവർ എന്ത് ചെയ്യും, 5 മണിക്കൂർ കൊണ്ടേ ചെയ്യും എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിട്ട് അവർ ആ വർക്ക് ചെയ്യുകയുള്ളൂ. പിന്നെ പറയുന്നത് വർക്ക് ടു റൂൾ അല്ലെങ്കിൽ വർക്ക് ടു ഡെസ്റ്റിനേഷൻ. സോ ഇൻ ദ സ്ട്രൈക്ക് ദ സ്ട്രൈക്കേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ വർക്ക് അക്കോർഡിംഗ് ടു ദ റൂൾ ഓർ ജോബ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, വർക്ക് ടു റൂൾ, അതായത് അവർക്ക് ജോലി ചെയ്യേണ്ടതിന് ഒരു റൂൾസും പ്രൊസീജിയേഴ്സും ഉണ്ടെങ്കിൽ അവർ അന്നത്തെ ദിവസം അവർ തീരുമാനിക്കുന്നതാണ് അവരുടെ റൂൾ. അവർ തീരുമാനിക്കുന്ന കണക്കെ അവർ ജോലി ചെയ്യൂ. അതിനെയാണ് നമ്മൾ വർക്ക് ടു റൂൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ളൊരു വാക്കാണ് പിക്കറ്റിംഗ്. ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് പോസ്റ്റിംഗ് പിക്കറ്റ്സ് ആൻഡ് ഇംപ്ലോയീസ് മിഷനറി ഓർ പെട്രോളിംഗ് ഓഫ് വർക്ക്മാൻ ഇൻ ഫ്രണ്ട് ഓഫ് ദി പ്രിമിസസ് ഓഫ് ദി എംപ്ലോയർ. അപ്പോൾ പിക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, എംപ്ലോയറിലെ ആൾക്കാർ ഒത്തുകൂടി ഓർഗനൈസേഷൻ്റെ ഫ്രണ്ടിൽ എന്താണ് ഒത്തുകൂടി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അവരെന്താണ് അകത്തേക്ക് ആൾക്കാരെ കയറാൻ സമ്മതിക്കാതെ, അല്ലെങ്കിൽ എംപ്ലോയറെ ഉൾപ്പെടെ, ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇല്ലേ, എംപ്ലോയർ കാറിൽ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ തടിച്ചുകൂടി അവരെ അകത്തേക്ക് കയറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് എന്താ പറയാം, പിക്കറ്റിംഗ് എന്ന് പറയാം. പിന്നെ ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറയാം അല്ലേ. ഇറ്റ് എയിംസ് അറ്റ് ഡിസ്റ്റർബിങ് ദി നോർമൽ ഫംഗ്ഷനിങ് ഓഫ് ദി എൻ്റർപ്രൈസ്. ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാക്ടറിക്കകത്തേക്ക് ഓടിക്കയറി ആക്ച്വൽ വർക്കിനെ അവർ അലങ്കോലപ്പെടുത്തി, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലി ചെയ്യാൻ സമ്മതിക്കാത്തൊരു സിറ്റുവേഷനെ നമുക്ക് എന്തെന്ന് പറയാം, ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറയാം. പിന്നെ ഖരാവ് എന്ന് പറയാറുണ്ട്, നമ്മൾ കേൾക്കുന്ന വാക്കുകൾ എന്തൊക്കെ. ഇറ്റ് ഇസ് എ ഫിസിക്കൽ ബ്ലോക്കേജ് ഓഫ് ദി ടാർഗറ്റ് എയ്തർ ബൈ എൻസർക്കിൾമെൻറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ദ റിഗ്രസ് ഓർ ഇൻഗ്രസ് ഫ്രം ആൻഡ് ബിഫോർ പർട്ടിക്കുലർ ഓഫീസ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് എന്ന് പറയില്ലേ. കരാവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില ഓഫീസിലൊക്കെ നമ്മൾ തന്നെ ഉദ്യോഗസ്ഥർ ചെരുപ്പുമാല അണിയിക്കുന്നു എന്നൊക്കെ അല്ലെങ്കിൽ അവരെ എന്താണ് എല്ലാവരും കൂടെ വട്ടം ചുറ്റി ശ്വാസം മുട്ടിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ. ഇപ്പോൾ കറക്റ്റഡ് ആയിട്ടുള്ള ചില ഓഫീസേഴ്സിനെ എന്ത് ചെയ്യും, സമരക്കാരെല്ലാം കൂടി വട്ടം കൂടി നിന്ന് ചിലപ്പോൾ ചെരുപ്പുമാല അണിയിക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്. അപ്പോൾ അതായത് അവരെ അങ്ങ് എൻസർക്കിൾ ചെയ്ത് അവരെ കൂട്ടം കൂടി നിർത്തി അവരെ പുറത്തേക്ക് പോകാൻ അറിയിക്കുക, ഏതൊക്കെയാണ് നിർത്തുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ കരാവ് ചെയ്യുക എന്ന് മലയാളത്തിൽ പറയുന്നത്. പിന്നെ നമുക്കറിയാവുന്നൊരു സ്ട്രൈക്കാണ് ഹങ്കർ സ്ട്രൈക്ക് ഇല്ലേ, അതായത് പട്ടിണി കിടന്നുകൊണ്ടുള്ളൊരു സമരം.
So in this type of strike, it is resorted to either by the leader of the union or by some workers all at time in a small batches for a limited period upon the period of settlement of dispute. അപ്പോൾ ഒരു ഹങ്കർ സ്ട്രൈക്കിൽ പറയുന്നത് എന്താണ്? പട്ടിണി സമരം എന്ന് പറയാം ഇല്ല. അപ്പോൾ ചിലപ്പം യൂണിയൻ ലീഡേഴ്സ് ആയിരിക്കാം ഈ പറഞ്ഞ സ്ട്രൈക്കിൽ മുന്നിൽ കിടക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, ഇത്ര ആൾക്കാർ ചേർന്ന് ബാച്ച് അതായത് ആദ്യത്തെ 2 ദിവസം ഒരാൾ, പിന്നെ ഒരു ദിവസം, അങ്ങനെ നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ തന്നെ നമ്മൾ സെക്രട്ടറിയുടെ മുന്നിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഒരുപാട് പേര് ഇങ്ങനെ പന്തൽ കെട്ടിയൊക്കെ പല കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഹങ്കർ സ്ട്രൈക്കിന് ഇരിക്കാറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഹങ്കേഴ്സ്. അപ്പം ഒരു പ്രൈമറി സ്ട്രൈക്കിനകത്ത് ഉൾപ്പെടുന്നതാണ് സ്റ്റേ അവേ സ്ട്രൈക്ക്, സ്റ്റെയിൻ സ്ട്രൈക്ക്, ടൂൾ ഡൗൺ, പ്രൊട്ടസ്റ്റ്, ലൈറ്റ്നിങ്, ഗോ സ്ലോ, പിക്കറ്റിംഗ്, ബോയ്ക്കോട്ട്, ഖരാവോ, പിന്നെ ഒരു ഹങ്കർ സ്ട്രൈക്ക്. ഇത് ഇത്രയാണ് നമ്മൾ പ്രൈമറി സ്ട്രൈക്ക്, ആദ്യത്തെ ഒരു സിറ്റുവേഷൻ. ഈ സെക്കൻഡറി സ്ട്രൈക്സ് പറയാറുണ്ട് അല്ലേ? സെക്കൻഡറി സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ജനറലായിട്ട് നമ്മൾ കണ്ടുവരുന്ന നമ്മുടെ പൊളിറ്റിക്കൽ സ്ട്രൈക്സ് അല്ലെങ്കിൽ ബന്ധുകളൊക്കെ നമുക്ക് പറയാം. ഇതിനെയൊക്കെ നമ്മൾ എന്തെന്ന് പറയും, അതർ സ്ട്രൈക്ക് അല്ലെങ്കിൽ സെക്കൻഡറി സ്ട്രൈക്ക്. അതായത് സെക്കൻഡറി സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസിൽ വരുന്ന ചില സിറ്റുവേഷൻസിനെയാണ് നമ്മൾ സെക്കൻഡറി സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ഒരു സെക്ഷൻ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ എന്തൊക്കെയാണ്, ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റ് മേ ബി ഡിവൈഡഡ് ഇൻറ്റു സ്ട്രൈക്സ് ആൻഡ് ലോക്കൗട്ട്സ്. അത് 2 ടേംസ് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു. ദെൻ സ്ട്രൈക്ക് മേ അഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു പ്രൈമറി സ്ട്രൈക്ക് ആൻഡ് സെക്കൻഡറി സ്ട്രൈക്ക്, ആൻഡ് ദ പ്രൈമറി ആസ് ഫോളോസ് ആൻഡ് സെക്കൻഡറി ആസ് ഫോളോസ് നമ്മൾ പറഞ്ഞു. ഐ തിങ്ക് യു ആർ ക്ലിയർ വിത്ത് ദി പോയിന്റ്.